ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാവാം PSC പരീക്ഷകളിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരാറുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജാലിയൻ വാലാബാഗിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PSCയുടെ ഇഷ്ടവിഷയങ്ങൾ എന്ന പേരിൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചും സൈലൻറ്റ് വാലിയെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈഫ് ഈസ് PSC കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ലഭ്യമാക്കാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ജാലിയൻ വാലാബാഗ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1919 ഏപ്രിൽ 13-നാണ്. പഞ്ചാബിലെ ദേശീയ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് പഞ്ചാബിലെ 20,000-ഓളം ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലുള്ള മൈതാനത്ത് ഒത്തുകൂടിയത്. 3 ഭാഗത്തും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുള്ള മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മൈക്കൽ ഒ ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം പട്ടാള മേധാവി ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ നേതൃത്വത്തിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഈ ഭാഗം ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അന്നത്തെ പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയർ ആയിരുന്നു. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അവിടുത്തെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ ജനറൽ ഡയർ എന്നായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരാണ് ജനറൽ റെജിനാൾഡ് ഡയർ. അപ്പോൾ ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ഭരണാധികാരി ആരാണ്? മൈക്കൽ ഒ ഡയർ. ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള മേധാവി ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. യാതൊരു പ്രകോപനവുമില്ലാത്ത ജനക്കൂട്ടത്തിനു നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ തൻ്റെ പട്ടാളക്കാരോട് ഉത്തരവിടുകയായിരുന്നു. ഏകദേശം 1000-ഓളം പേർ ഈ വെടിവെപ്പിൽ മരണമടഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്റ്റാണ്. റൗലറ്റ് ആക്ടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 1919 നിലവിൽ വന്ന ഒരു നിയമമാണ് റൗലറ്റ് ആക്ട്. എന്താണ് ഈ റൗലറ്റ് ആക്ട്? ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനാണ് ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെ പ്രതിഷേധിക്കാനാണ് ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലുള്ള മൈതാനത്ത് ഒത്തുകൂടിയത്. ജാലിയൻ വാലാബാഗ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 13-നാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 13-നാണ്. ഏപ്രിൽ 13-ന് പഞ്ചാബിൽ നടക്കുന്ന ഉത്സവം വൈശാഖി ഉത്സവമാണ്. ഈ ദിവസം 1919 ഏപ്രിൽ 13-ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം അന്നവിടെ വൈശാഖി ദിനമായി ആചരിക്കുന്ന ദിവസമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ്? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മൈക്കൽ ഒ ഡയറിനെ വധിച്ച ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ, അതായത് നേരത്തെ പറഞ്ഞ ആ ഉത്തരവിട്ട ഭരണാധികാരി പഞ്ചാബിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മൈക്കൽ ഒ ഡയറിനെയാണ് ഉദ്ധം സിംഗ് വധിച്ചത്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31-നാണ്. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് തനിക്ക് ലഭിച്ച സർ പദവി തിരികെ നൽകിയുണ്ടായി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന പദവി തിരികെ നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് ആരാണ്? അത് സി ശങ്കരൻ നായരാണ്. മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത്. ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ്, ഓർഡറാണ് ക്രൗളിംഗ് ഓർഡർ. ഡീപ്ലി ഷെയിംഫുൾ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജാലിയൻ വാലാബാഗിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഡേവിഡ് കാമറൂണാണ്. അപ്പോൾ ഡീപ്ലി ഷെയിംഫുൾ എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഡേവിഡ് കാമറൂൺ ആണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട GK ടോപ്പിക്കുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.